വരുന്ന ഒരു ദുരന്തം എന്താ അറിയാമോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യും. അതായത് ഇപ്പം കൃപാസനത്തിലും വേളാങ്കണ്ണിലൊക്കെ പോണ ആൾക്കാർ ഇടവകപ്പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും. ഇങ്ങനെ ഒരു വർഗമുണ്ട് ഇവിടെ. ഈ വർഗത്തിനാണ് സഭ ഇപ്പം നിശ്ചിതമായി കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ആൾക്കാർ കറക്റ്റ് ചെയ്ത നിങ്ങളുടെ കാര്യം. പക്ഷേ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. എന്താ കാര്യം? അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യ ജീവിതം. അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വെള്ളാങ്കണ്ണി പോയി അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളിയോട് ബന്ധമില്ല, ഇടവകയുടെ ആധ്യാത്മിക ജീവിതമായിട്ട് ബന്ധമില്ല, സുവിശേഷ സാക്ഷ്യമൊന്നുമില്ല, അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ, അവരെ സഭ ഇതിലൂടെ അവരുടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത് ഉടമ്പടി എടുത്താന്ന്? അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ? ഉടമ്പടി എടുത്താന്നേ ചോദിക്കത്തുള്ളൂ. ക്യാൻസറാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലല്ല വിഷയം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പം എന്തു ചെയ്യും? ഉടമ്പടി എടുത്തോന്ന് ചോദിക്കും. എന്താ കാര്യം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവർ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയിട്ടുണ്ടെന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാൾ ചങ്ങാത്തം വെച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല. എന്താ കാര്യം? എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ്? അമ്മയെപ്പോലെ ആരുമില്ല, പരിശുദ്ധ അമ്മയെപ്പോലെ ആരുമില്ല. ക്രിസ്തുവിനെ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടിയിണക്കുക. ഞാനെപ്പോഴും ഓർക്കുകയെ ആ മനുഷ്യനോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ, ഹേ മനുഷ്യ എന്ന് ഈശോ പറഞ്ഞില്ലേ, എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ബാധിക്കുന്നതാണ് നിശ്ചയിച്ചതെന്ന്. ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയുമോ? പറയത്തില്ല. അതാണ് അമ്മയുടെ സ്വാധീനം എന്ന് പറയണത്. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളു. എന്താ കാര്യം? ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ. പ്രത്യേകിച്ച് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് മക്കളുടെ മനസ്സിൽ ശക്തമായ രീതിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും, മനസ്സിലും വിശ്വാസപ്രമാണം ചെല്ലുകയോ മക്കൾ സ്തുതിക്കുകയോ ചെയ്യണം. സ്തുതികട ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഉന്നതമായ കൈകൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പണ പോലെ വൈദാഖാനം പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത്തിക്കരം കർത്താവ് അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ മക്കളില്ലാത്തവരെ, വിവാഹ ജീവിതത്തിൽ കർത്താവ് തടസ്സം നേരിടുന്നവരെ
തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോരോ വിഷയങ്ങൾക്ക് സമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരെ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, സ്ഥലപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും തീക്ഷ്ണമായി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിതീക്ഷ്ണമായി ഈ നിമിഷം മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലെ എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കൈകൾ കൂപ്പി കണ്ണടച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ, ആവേ,
ഇവിടുന്ന് ലോക്കറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. 3-4 ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ 2 പേരുടെയും കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പിടിച്ചിട്ട് ഇൻ്റർവ്യൂവിന് കയറിയാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നു. ആ മാസം, അതായത് ഏപ്രിൽ മാസം അവസാനം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ജോലി ഓക്കെ ആയി, ജോലി ഉറപ്പായെന്ന് അറിഞ്ഞു. അവർ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ഇനി ജൂലൈ ആയപ്പോഴത്തേക്കിനാണ് എനിക്ക് വിസ വന്നത്. അപ്പം 2 മാസം താമസിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട്, എൻ്റെ വിസ എന്താ മാതാവെ താമസിക്കുന്നത്, എൻ്റെ വിസ തന്നതിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജൂലൈ ആയപ്പോൾ എനിക്ക് വിസ വന്നു. അപ്പം ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻറ്റ് പറഞ്ഞു, എന്നാൽ ഓക്കെ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ, കാര്യം ഇനിയിപ്പം വലിയ താമസമൊന്നും ഇല്ല, അതുകൊണ്ട് റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും റിസൈൻ ചെയ്തു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കലിന് അവർ ഡേറ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മെഡിക്കലിന് പോയി. മെഡിക്കൽ അവിടെ ചെന്ന് എടുത്തു. മെഡിക്കൽ അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ പുരട്ടി, നെഞ്ചിലൊക്കെ എല്ലായിടും പുരട്ടി, കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ മെഡിക്കൽ ഫെയിലായിപ്പോയി. അവരെന്നോട് പറഞ്ഞത് എൻ്റെ ചെസ്റ്റ് എക്സ്റേക്കകത്ത് മാർക്കിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും, അല്ലെങ്കിൽ കുഞ്ഞിലെ വല്ല കഫക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വന്ന് റിപ്പീറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് പാസ്സായി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹിച്ചൊരു ജോലിയായിരുന്നു. കാര്യം എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം. എൻ്റെ അപ്പൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഞാൻ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ, എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി. ഒരാഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെന്നു. അവർ വീണ്ടും എക്സ്റേ എടുത്തു. അപ്പോഴും എന്നോട് പറഞ്ഞു, ആ സെയിം പാട് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്നെ അവരുടെ തന്നെ സ്കാനിങ് സെൻറ്ററിലേക്ക് വിട്ടു. ഞാൻ അവിടെ പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് അവരുടെ കൊടുത്തു. അവരെന്നോട് പറഞ്ഞു, നാളെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പിറ്റേ ദിവസം ആരാധനയൊക്കെ ഉണ്ട് ചൊവ്വാഴ്ച. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, റിസൾട്ട് ആയിട്ടില്ല, പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാധനയിൽ പങ്കെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, മാതാവേ ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആരാധന കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞു 1:30 ഉച്ചയ്ക്ക് ഇറങ്ങി. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു, CT സ്കാനിലും പ്രശ്നം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഫിറ്റാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഡോക്ടറിന് അയച്ചു കൊടുത്തു. സാറ് പറഞ്ഞു, ഇതിനകത്തൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ അവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞത് പ്രശ്നമുണ്ട്, ഫിറ്റാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഏജൻസിയിലും അയച്ചു കൊടുത്തു. അവരും പറയുന്നുണ്ട് യാതൊരു പ്രശ്നവും ഈ റിപ്പോർട്ടിലില്ല, ഒരു പ്രശ്നവും ഇല്ല, അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നേരിട്ട് ചെന്നു. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, അവർ ഫിറ്റാക്കി തരത്തില്ല എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത മെഡിക്കലിന് പോയി. അത് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. മലപ്പുറത്ത് പോയാൽ ഫിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തു. മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തപ്പോഴും അവിടെയും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഫിറ്റ് ആവില്ല, എക്സ്റേയിൽ ഡോട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഫിറ്റ് ആവില്ല, മെഡിസിൻ തരാം, മെഡിസിൻ കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. ഞാനപ്പം ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മലപ്പുറത്ത് പോയി മെഡിസിൻ എടുത്തിട്ട്. മലപ്പുറത്ത് നിന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, ഇത് മാറത്തില്ല, ഇത് ഫിറ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല, കാര്യം ഈ പാട് മാറത്തില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അൺഫിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇനി പോകാൻ പറ്റില്ല പുറത്ത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അൺഫിറ്റ് ആക്കരുത്, അപ്ലോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സമ്മതിച്ചു. അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഏജൻറ്റ് വീണ്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. വീണ്ടും ഞാൻ കോഴിക്കോട് പോയും ഇതുപോലെ തന്നെ സംഭവിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഫിറ്റ് ആവുകയില്ല, എക്സ്റേയിൽ ഡോട്ടുണ്ട്, ഒരിക്കലും ഫിറ്റ് ആവുകയില്ല അങ്ങനെ പറഞ്ഞു. എന്തായാലും തനിക്ക് പോകാൻ പറ്റുകയില്ല, ഈ എക്സ്റേ വെച്ച് തനിക്ക് ഒരിക്കലും പുറത്ത് പോകാൻ പറ്റുകയില്ല എന്ന് എന്നോട് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ അടുത്ത് വീട്ടുകാരൊന്നും പറയുന്നില്ലെങ്കിലും നാട്ടുകാരൊക്കെ കുറേ കുറ്റം പറയുന്നുണ്ട്. നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, നീ പള്ളി പാട്ട് പാടുന്നുണ്ട്. ഞാൻ കൊയറിലുള്ള ഞാനൊരു 15 വർഷമായിട്ട് ഈശോയ്ക്കും മാതാവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പാടിയിട്ട് എന്താ നിൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്തതെന്ന് ചോദിച്ച് കുറേ പേര് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും, കുറേ പേര് പറയുന്നു നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്തായാലും നീ രക്ഷപ്പെടും, നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നു പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കുവാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, മുറുക്ക് പിടിക്കുന്നുണ്ട് മാതാവിനെ. അമ്മ എന്നോട് ചോദിക്കും, നീ എന്താ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് കരച്ചിൽ വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ നമ്മൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക, ഉടമ്പടിയിലാണെങ്കിൽ മാതാവ് എന്തായാലും സാധിച്ചു തരും. എനിക്ക് ആ ഒരു
മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് എനിക്ക് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മാതാവിൻ്റെ മുൻപിൽ വരുമ്പോഴത്തേക്കും എനിക്കറിയാതെ കരച്ചിൽ വരും. വീട്ടിൽ ഞാൻ അങ്ങനെ കരയാറില്ല. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കരയാറില്ല. കരഞ്ഞാലും ഞാൻ രാത്രി കിടക്കുമ്പം എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആരും കാണാതെ ആയിരിക്കും കരയുന്നത്. അങ്ങനെ ഒക്ടോബർ ആയപ്പം ഞാൻ ഒന്നും കൂടെ വീണ്ടും കോഴിക്കോട് പോയി മെഡിക്കൽ എടുത്തു. അവിടെ ചെന്നപ്പോഴും അവരെന്നോട് പറഞ്ഞു, ഇല്ല പറ്റില്ല, എക്സ്റേ ഡോട്ടുണ്ട്, ഒരിക്കലും ഫിറ്റ് ആവത്തില്ല. ഇനി ഫിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പൈസ കൊടുത്താലും എൻ്റെ എക്സ്റേ വെച്ച് ഒരിക്കലും ഫിറ്റാക്കാൻ പറ്റത്തില്ല. വേറെ ഫിറ്റായ ഒരാളുടെ എക്സ്റേ എൻ്റെ എക്സ്റേയുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഫിറ്റാക്കി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാധിക്കാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പം ഒക്ടോബർ ആയപ്പോഴത്തേക്കും എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. 3 മാസത്തേക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്. അപ്പോഴെല്ലാം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ദിവസവും പാടാൻ കയറുന്നുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വിശ്വാസമുണ്ട് മാതാവ് എന്നെ കൈവിടത്തില്ല, എന്നെ എന്തായാലും മാതാവ് രക്ഷിക്കും, നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോഴെല്ലാം ഞാൻ തൈലം നെഞ്ചിൽ പുരട്ടി ഞാൻ കുരിശ് വരച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ്. പിന്നെ മാതാവിൻ്റെ ഉപ്പ്, ചോറിനകത്താണേലും ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്, വെള്ളത്തിൽ ഉപ്പ് കലക്കി കുടിക്കുക. അങ്ങനെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ഈ ഒരു നിയോഗം വെച്ചിട്ടാണ് പങ്കെടുത്തത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. കുറേ നാളായിട്ട് എൻ്റെ വിസ വരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോൾ നോക്കിയിരിക്കേണ്ട, വിസ വരത്തില്ല, കാര്യം അടുത്ത ഇൻ്റർവ്യൂ ഇനി ഉണ്ടായാൽ മാത്രമേ നിൻ്റെ വിസ വരുള്ളൂ, വെറുതെ സമയം കളയണ്ട, അടുത്ത ജോലിക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും എന്നോട് ഇങ്ങനെ പറയാം. അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, ഇല്ല വരും, ഞാൻ ഉടമ്പടിയിലാണല്ലോ, മാതാവിനെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ വിസ വന്നു. അത് കുറച്ച് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് 5-6 പേർക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ. അതിലൊരാൾ ഞാനാണ്. ബാക്കി ആർക്കും ഇതുപോലെ എന്നെപ്പോലെ എന്നെ റിന്യൂ ചെയ്യാൻ കൊടുത്ത ആർക്കും തന്നെ വിസ വന്നിട്ടില്ല. എനിക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് 3-ാമത്തെ പുതുക്കൽ പുതുക്കിയായിരുന്നു ഉടമ്പടി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വിസ. അപ്പം എല്ലാ ഉടമ്പടിയിൽ ഞാൻ എല്ലാ പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ മാതാവിൻ്റെ എന്തെങ്കിലും, ഒന്നുമില്ല ചന്ദനത്തിരിയോ അല്ലെങ്കിൽ മുത്തുക്കുടയോ അല്ലെങ്കിൽ മെഴുകുതിരി എന്തെങ്കിലുമൊക്കെ പിടിക്കാനായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് ഈ പ്രാവശ്യം എന്നെ കൈവിട്ടോ. കാര്യം എൻ്റെ ഒരു കസിൻ, അവൾ ഇതുപോലെ എന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്ന് നിന്നിട്ട് ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ നിന്നപ്പോൾ അവൾക്ക് മാതാവിനെ കിട്ടിയേ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ അവൾ മാതാവിനെ കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം അവൾ IELTS റിസൾട്ട് വന്നു, അവൾ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാതാവിനെ കിട്ടിയത് കാരണമാണ് ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വരുന്നത്. എനിക്ക് മാതാവിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല പിടിക്കാൻ. ഞാനപ്പോൾ അവിടെ ആ മാതാവിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു, ഈ പ്രാവശ്യം എന്നെ കൈവിട്ടല്ലോ മാതാവേ, ഇത്രയും നാളും ഞാൻ വെറുതെ ആയല്ലോ നോക്കിയെന്ന്, എന്നെ കൈവിട്ടല്ലോ, എനിക്കൊന്നും തന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുതുക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും 20-ാം തീയതി എനിക്ക് വിസ വന്നു. വിസ വന്നു കഴിഞ്ഞ് 26-ാം തീയതി ആയപ്പോൾ അവർ എന്നോട് മെഡിക്കൽ എടുത്തോളാൻ പറഞ്ഞു. ഒരു തിങ്കളാഴ്ച 25-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് തന്നെ പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, എനിക്ക് കൃപാസനത്തിൽ പോകണം. അപ്പോൾ എൻ്റെ ഏജൻറ്റ് ഭയങ്കര വിശ്വാസിയാണ് മാതാവ്, കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ആളോട് എന്ത് പറഞ്ഞാലും ആൾ എനിക്ക് അതങ്ങനെ തന്നെ സാധിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ എന്നോടൊന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് വിഷമമായി, അച്ഛൻ എന്താ എന്നോടൊന്നും പറയാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്റേ കാണിച്ചു. അച്ഛൻ എക്സ്റേ മേടിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ശരിയാവും, ഈ പ്രാവശ്യം ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി, ഞാൻ പാസ്സായി ഇരിക്കുവാണ്. അടുത്ത ദിവസമാണ് എൻ്റെ മെഡിക്കൽ. പക്ഷേ ഞാൻ പാസ്സായെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുക. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. അന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥന കൂടിയപ്പം കുരിശ് വരച്ച് തൈലം കൊണ്ട് ആ പേപ്പേഴ്സിലെല്ലാം, എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ വിസയിലും എല്ലാം കുരിശ് വരച്ച് ഉപ്പെല്ലാം വെതറിയിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ മെഡിക്കൽ എടുത്തു. അവിടെ ഇരുന്ന ആൾക്കാർക്കും എല്ലാം ഞാൻ കുരിശ് നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് എല്ലാവർക്കും കുരിശ് വരച്ചൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ എക്സ്റേ ആയിരിക്കണേ എൻ്റെ എക്സ്റേക്ക് പകരം അവിടെ കൊണ്ടുവരുന്നത്, ഈ പ്രാവശ്യം എന്നെ കൈവിടരുത്, എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എക്സ്റേ എടുത്ത് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എക്സ്റേ കണ്ടു. പക്ഷേ എൻ്റെ എക്സ്റേ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഒരു സാധനം എൻ്റെ എക്സ്റേയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി അത് മാതാവിൻ്റെ എക്സ്റേ ആണ്, എൻ്റെ എക്സ്റേ അല്ല മാതാവിൻ്റെ എക്സ്റേ ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പം റിസൾട്ട് പറയുവാണ്. 3 മണി, അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒന്ന് സൈറ്റിൽ കയറി നോക്കിയതാണ്. ഇതിന് മുന്നേ ഒക്കെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ കയറി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഉടമ്പടി ലൈവായിട്ട് ഇവിടെ ഞാൻ യൂട്യൂബിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാനിത് സൈറ്റിൽ കയറി നോക്കുന്നത്. സൈറ്റിൽ കയറി നോക്കി ഞാൻ എൻ്റെ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഫിറ്റെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഫിറ്റെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ഫിറ്റ് ആയെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ
ഞാൻ ഇന്ന് തന്നെ വന്നേക്കാം, ഞാൻ നന്ദി പറയാൻ ഇന്ന് തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പുറപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മെഡിക്കലിൻ്റെ ഇതെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിനായിട്ട് അയച്ചു കൊടുത്തു. എനിക്ക് പോകുന്നതിന് 5 ലക്ഷം രൂപ ചിലവുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. കാര്യം ആദ്യം വിസ വന്നപ്പം എല്ലാവരും കസിൻസൊക്കെ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇത്രയും ഡിലേ ആയത് കാരണം പിന്നെ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. 5 ലക്ഷം രൂപ വേണം പോകാൻ, 1 രൂപ കയ്യിലെടുക്കാനില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കെല്ലാം മാതാവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം മാതാവ് അന്നേരം എന്തിനാ സാധിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് പൈസ ഇതുവരെ റെഡി ആയിട്ടില്ല, മാതാവേ ഒരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചോദിക്കുന്നവരെല്ലാവരും തന്നെ ഒരു തടസ്സവും പറയുന്നില്ല. ഞാൻ തരാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പൈസ എല്ലാം ശരിയായി. അത് ഇനിയിപ്പം സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു. ഇന്നലെയാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് പോവുകയാണ്, കുവൈറ്റിലേക്ക് പോവുകയാണ്. അപ്പം മാതാവിനും ഈശോ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക്, അതായത് ഡ്യൂട്ടി ഉള്ള സമയത്തൊന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ലീവ് കിട്ടിയാലും ഞാൻ മടി പിടിച്ച് കിടക്കുമായിരുന്നു. ഒരു ദിവസമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിലും പോകുന്നുണ്ട്. അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഇപ്പോൾ കുരിശ് വരയ്ക്കാതെ കിടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളർച്ച കിട്ടി. കുമ്പസാരിക്കാൻ പറ്റി. രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്വപ്ന. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ 2022 ഒക്ടോബർ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കൊറോണയുടെ കാലത്ത് അവൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ പോകുന്നത് 7-ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലെ അവസാന മാർച്ച് മാസത്തിലാണ്. അപ്പോഴത്തേക്കും അവൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ ഇതും അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. പഠിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ എല്ലാത്തിനും അവന് മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. മോഡൽ പരീക്ഷയ്ക്കും അവന് 50% താഴെ മാത്രമായിരുന്നു അവൻ്റെ മാർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്ന് പോലും ഭയങ്കര സംശയമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുമൊക്കെ അവന് നൽകും. ഒപ്പം അവൻ എൻ്റെ കൂട്ടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഉടമ്പടി കാശുരൂപ ഉപയോഗിച്ച് ഞാൻ 75% മാർക്ക് ഇങ്ങനെ എഴുതി വിടും. അത് ലഭിക്കില്ല എന്നറിയാം, എന്നിട്ട് പോലും. കാരണം അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാതാവിനോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഈ അച്ഛൻ ഇവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മോഡൽ പരീക്ഷയ്ക്കൊക്കെ അവന് 50% മാർക്ക് വളരെ കുറവായിരുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് ലഭിച്ച്, അതുപോലെ +1 പരീക്ഷയ്ക്ക് അവന് 61% മാർക്ക് ലഭിക്കുകയും ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അവളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ജിൽഡ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. എൻ്റെ മമ്മി മരിക്കുന്ന ആ ആഴ്ചയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. വളരെ മാനസികമായിട്ട് കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് 5-ാം മാസത്തെ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൊറോയിഡ് പ്ലക്സ് എന്ന് പറഞ്ഞ സിസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതും കൂടി കേട്ടപ്പോഴത്തേക്കും വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു.
അപ്പോൾ ഞാൻ എൻ്റെ വിഷമം ഞാൻ എൻ്റെ ആൻറ്റിയോട് ഷെയർ ചെയ്തപ്പോൾ ആൻറ്റി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ആൻറ്റി കൃപാസനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഒപ്പം എൻ്റെ ഭർത്താവും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം എൻ്റെ നെറുകയിലും എൻ്റെ വയറിലും തടവി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഉടമ്പടി എടുത്ത് 3-ാം ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. മാതാവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, ഞാനൊന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ 8-ാം മാസത്തെ പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ ആ ബ്രെയിനിൽ കണ്ടിരുന്ന സിസ്റ്റ് മുഴുവനായിട്ട് മാറിയതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ഇതെൻ്റെ മോള്. അവൾ ബാംഗ്ലൂർ BSc നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. പഠന മേഖലയിൽ അവളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അവൾക്ക് ലഭിച്ച കാര്യങ്ങൾ അവളിപ്പോൾ പറയും. എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ബാംഗ്ലൂരാണ് പഠിച്ചത്. എനിക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഭയങ്കര പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ 5:30 ഞാനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ എല്ലാ ദിവസവും കൂടുമായിരുന്നു. ഉടമ്പടി കാശ് രൂപം വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് പിന്നീടുള്ള എൻ്റെ എല്ലാ എക്സാമുകളിലും. അതുപോലെ തന്നെ അമ്മേൻ്റെ കൂടെ ഞാനും പത്രം കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുകയും അവസാനത്തെ എൻ്റെ 4-ാം വർഷം എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്ന എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മാതാവ് ഇത് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ കൈകളിൽ ഈ പത്രം എത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചെല്ലുമായിരുന്നു. അതുപോലെ ലൂക്കാ 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഒരു വചനം പത്രത്തിൻ്റെ മുകളിൽ എഴുതി അങ്ങനെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു കടമ നിർവഹിക്കാൻ ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഞാൻ സൺഡേ സ്കൂളിൽ പോവുകയും പിള്ളേരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം അപ്പോഴാണ് എനിക്കൊരു ബോധ്യം ലഭിച്ചത്, എന്നെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന്. അത് ആത്മാർത്ഥതയോടെ എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു നൽകാൻ അതിന് ഞാൻ ഏറ്റവും ആത്മാർത്ഥതയോടെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് സാമ്പത്തികമായി സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഉടമ്പടിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിശുദ്ധ കുമ്പസാരം ആത്മാർത്ഥതയോടെ നടത്താറുണ്ട്. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. അക്രൈസ്തവയായൊരു ചേച്ചി പറയുന്ന സാക്ഷ്യമായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു. ആ ചേച്ചി പറയുന്നുണ്ട്, ക്രൈസ്തവർ എന്ത് ഭാഗ്യം ചെയ്തവരോ അവർക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ ഈശോയെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും, അക്രൈസ്തവരായ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും ഒരു ബോധ്യം വന്നത്, ശരിയാ, ക്രൈസ്തവരായ നമുക്ക് എന്ത് ഭാഗ്യമുണ്ട്. കാനാൻ രക്തസ്രാവക്കാരി സ്ത്രീ ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഈശോയുടെ ആ ഉടുപ്പിൻ്റെ ഒരു തുമ്പിൽ ചെന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടി ഈശോയെ സ്പർശിച്ചു. എൻ്റെ ദൈവമേ, എല്ലാ ദിവസവും ഈശോയെ കൈകളിൽ പിടിച്ചിട്ടാണ് ഈ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത്. ഈ ഒരു ബോധ്യം ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അന്ന് മുതൽ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആ ഈശോ കൈകളിലേക്ക് വരുന്ന എൻ്റെ ഈശോയെ ഞാൻ നോക്കി ഈശോയ്ക്ക് ഒരു ചുംബനം കൊടുത്തിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നത്. അത് എനിക്കൊരു ഭയങ്കര അനുഭവമാണ്. ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത തരംഗം കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് എപ്പോഴും ലഭിക്കുന്നത്. ഇത്രയേറെ എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒത്തിരി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും.